ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ റെസിപ്പിനെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കി, അതിലൊന്നും ഞാൻ ഈ റെസിപ്പി കണ്ടില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട പുഴുങ്ങിയതും, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും, കാബേജ് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കാബേജ്, സവാള, മുട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചൂടുള്ള വെള്ളമൊന്നുമല്ല എടുത്തിട്ടുള്ളത്. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ മൈദപ്പൊടി ഇട്ടെടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്കിതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് നിറച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മടക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഒന്ന് ഫില്ലിങ് നിറച്ച് മടക്കിയെടുക്കാം. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. അവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ കരിയണ്ടെന്ന് വിചാരിച്ചിട്ട്. രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ബിസ്മീരിയ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.